ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ അല്ലെങ്കിൽ കുറച്ച് സമയത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ടിവിയും കിടക്കണ ഒക്കെ കൂടിയുള്ള റൂമിലാട്ടോ. 2 റൂമാണ് നമുക്ക് വീട്ടിലുള്ളത്. അതിൽ ഞങ്ങൾ കട്ടിലും അതേപോലെ ഒരു അലമാരയും നമ്മൾ ഈ റൂമിൽ തന്നെ വെച്ചേക്കണം. അതുപോലെ ടിവിക്ക് അകത്ത് സ്പേസ് പോരാട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച റൂമിൽ തന്നെ വെക്കാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വെച്ചേട്ടാ. പിന്നെ ഞാൻ വരുമ്പോൾ ചായ കുടിക്കുക, ചായയും കായപ്പം കഴിക്കും. കായപ്പല്ല തന്നെ പറയാം, വാഴക്കപ്പത്തിരി പഴം ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് മാവിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങി തന്നില്ലേ? ഞാനേ കരാട്ട ക്ലാസ്സിലൊക്കെ പോയി വന്നിരിക്കുകയാണ്. ഇന്ന് ബോക്സിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പം ഒന്ന് കുളിക്കണം. അങ്ങനെ വന്നിരുന്ന് പിന്നെ പപ്പുടിനായിട്ട് ഫോൺ ചെയ്തിരുന്നു കുറച്ച് നേരം. കുറച്ച് സമയം പോയി. പിന്നെ നന്ദൂരും കുഞ്ചൂസിനും ഒരു 3-4 ദിവസം കഴിഞ്ഞില്ല ഇപ്പോൾ സ്കൂളില്ലാതെ. 2 പാവുണ്ടാവും. യൂണിഫോം പുതിയത് പറഞ്ഞ തയ്പ്പിച്ച് യൂണിഫോം തയ്ച്ചതിനെ കൊണ്ടേ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു സ്കൂളില്ലാണ്ട്. അതൊരു ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം സ്കൂളില്ലാണ്ടായപ്പോ വിഷമായിരുന്നു. കുഞ്ചൂസിന് വിഷമില്ലടാ, വെറുതെ പറഞ്ഞാട്ടാ. യൂണിഫോം ഇടാൻ പറ്റാത്തതിന് വിഷമമുണ്ട് നന്ദൂന്. അല്ല, ഞാൻ പിന്നെ വിചാരിച്ച് സ്കൂളിൽ എന്തായാലും യൂണിഫോം ഇട്ട് പോകണം, അപ്പൊ അങ്ങനെ പോകണം. ഇവർക്ക് എന്താന്ന് വെച്ചാലേ ഞാൻ ഓരോ ജോഡി പാൻറ് മാത്രം കേട്ടാ, വേറെ ഈ കടയിൽ പാൻറ് മാത്രം ഞാൻ ഇവർക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കൊടുത്തു. ഇവിടെ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടൊരു തുണിക്കട ഉണ്ട്, നമ്മുടെ മിഠായി തെരുവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ ഇവരുടെ സ്കൂളിൻ്റെ യൂണിഫോമും എല്ലാം അവിടെ തന്നെ കിട്ടും. ഇവരുടെ സ്കൂളിൻ്റെ യൂണിഫോമും പിന്നെ എംബ്ലോ എല്ലാം കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഷർട്ട് ഉണ്ട് അവർക്ക്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തിൻ്റെ ആണ് 2 കൊല്ലം അവർ യൂസ് ചെയ്തു. പക്ഷെ അത് ഇക്കൊല്ലം കൂടി ഇട്ടോളാം ഞാൻ പറഞ്ഞു, മഴ കഴിയണ വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയത് എടുക്കാമെന്നുള്ളൊരു ഇതായിരുന്നു. എന്നുവെച്ചാൽ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ വേഗം കരിമ്പം കുത്തൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് ഓക്കെ പറഞ്ഞു. 2 പാൻറ് മാത്രം ഞാൻ 2 ആൾക്കും വാങ്ങി. പക്ഷേ നന്ദുവിൻ്റെ പാൻറ്റിൻ്റെ മൂട് നന്ദു വേഗം കീറിച്ചു. എനിക്ക് ദേഷ്യം പിടിച്ചു നന്ദുവിനോട്. കാരണം 530 രൂപയായിരുന്നു ഒരു പാൻറ്റിന്. എനിക്ക് വേണ്ടടാ, ഞാൻ ചായ കുടിച്ചൊരു മടുപ്പ്. അപ്പോൾ എന്താ നന്ദുവിൻ്റെ പാൻറ്റിൻ്റെ മൂട് വേഗം കീറിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു. എന്നുവെച്ചാൽ കുഞ്ചൂസിനും അവനും ഒരേ സമയത്ത് വാങ്ങിയത്. അപ്പോൾ കുഞ്ചൂസിൻ്റെ പാൻറ് ഒന്നും ആയിട്ടില്ലേ. എന്താ അവൻ്റെ പാൻറ് കീറിയിട്ടൊന്നുമില്ല, ഉണ്ട് ആണ്ടാ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഞാനൊന്ന് തുന്നിക്കൊടുത്തു, തുന്നിക്കൊടുത്തു. എന്നിട്ട് ഇന്ന് പോകുമ്പോൾ ഞാൻ മറക്കാണ്ട് ഇന്നലെ ഞാനത് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അടിച്ചത് എന്തായാലും വിടും. ഞാൻ അടിച്ചതല്ല, തുന്നിയതാണ്. അപ്പോൾ എന്തായാലും അത് വിടും. അപ്പം അതുകൊണ്ട് കടയിൽ കൊടുത്ത് തയ്പ്പിച്ച് വാങ്ങിയിട്ടുണ്ട്, വണ്ടിയിലുണ്ട് അത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു ചെറുതാക്കാനായിട്ട്. ടീഷർട്ട് നമ്മുടെ ബോക്സിങ്ങിൻ്റെ ടീഷർട്ടാട്ടോ. അപ്പോൾ അത് നല്ല വലിപ്പമുണ്ട്, നല്ല ലൂസും ആണ്, നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പം അപ്പോൾ അതൊന്ന് സൈഡൊന്ന് ചെറുങ്ങനെ ഒന്ന് പിടിച്ചു. അപ്പോൾ ലെങ്ത്ത് ഞാൻ കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു, സൈഡൊന്ന് ചെറുതാക്കി. അപ്പോൾ അതങ്ങനെ. പിന്നെ നമുക്ക് ഒരുപാട് വിഷമമുണ്ടായ ഒരു കാര്യമാണ് വയനാട് ഉരുൾപൊട്ടൽ. അത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റ് നേരം വെളുത്ത് ആ ഒരു ഉറക്കത്തിൽ നിന്ന് കേൾക്കണ തന്നെയല്ലേ, ഉറങ്ങി എണീറ്റ പാടെ കേട്ടത് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ന്യൂസാണ്. അതിലൊരുപാട് ആൾക്കാർ ഇല്ലാണ്ടാവുകയും അതേപോലെ ഇത്രയും കുടുംബങ്ങൾ എന്താ പറയുക, വീടും കുടുംബവും മൊത്തം നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു, 2 രക്ഷപ്പെട്ട് വന്നിട്ട് മറ്റൊരു മാനസികാവസ്ഥ. കൂടെ ഉണ്ടായിരുന്നവരും പോയി, വീടും എല്ലാം പോയി, ഒരു നാട് മൊത്തം ഇല്ലാണ്ടാവാന്ന് പറയുന്ന സത്യം എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരിത്. നമുക്ക് ആ ഒരവസ്ഥ വന്നാൽ നമ്മളെങ്ങനെ അതിനെ അതിജീവിക്കും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അന്നേരം ആലോചിച്ചു. അതാണ്
നമുക്ക് അല്ലാതെ തന്നെയുള്ള ചുറ്റുപാടുണ്ടായിട്ടും നമുക്ക് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണം, എന്ത് ജോലി ചെയ്താലാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു വരുമാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഞാൻ അങ്ങനെയാണ്, ഒരു പണി അല്ലെങ്കിൽ ഒരു പണി. അപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ അതിൽ നിന്ന് കൈ പിടിച്ച് എണീക്കാൻ സത്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ശരിക്കും നമ്മൾ അർജുനെ കാണാതായ സമയം അല്ലെങ്കിൽ കാണാതായ ന്യൂസ് കേട്ടപ്പോൾ തന്നെ അർജുൻ നമ്മുടെ ആരുമല്ല, പക്ഷേ അർജുൻ്റെ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എന്തോ ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. പിന്നെ അർജുൻ താമസിക്കുന്ന അവരുടെ വീട് ഞങ്ങളുടെ അടുത്താണ്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ്. എന്ന് വെച്ചാൽ ഒരു 3.5-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, ആ ഒരു ദൂരം വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു, കാണാത്ത ഒരു ന്യൂസ് വന്ന സമയത്തൊക്കെ അങ്ങനെ എപ്പോഴും യൂട്യൂബിലും ന്യൂസുകളിലും ഒക്കെ അർജുനെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ അർജുൻ രക്ഷപ്പെട്ട് വന്നിട്ട് വേണം അവൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവനായിട്ട് പോയിട്ട് സംസാരിക്കണം എന്നുള്ളൊരിതൊക്കെ. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെ ആ ജോയി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അപകടം വന്നപ്പോഴും ഞങ്ങളിങ്ങനെ കുത്തിയിരുന്ന് ന്യൂസ് കാണാനുള്ള കിട്ടിയ ആളെ കിട്ടിയതൊക്കെ. പിന്നെ വിഷമിച്ച ആളുടെ ബോഡിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായിട്ടാണ്. അപ്പോൾ അയാളങ്ങനെ ഒരവസ്ഥയിൽ കൂടി മരിച്ചില്ലേ എന്നുള്ളൊരു വിഷമം. പിന്നെയാണ് അർജുൻ്റെ കേസുകാരനല്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു വയനാട് ഉരുൾപൊട്ടൽ ന്യൂസിലിങ്ങനെ ഓരോരുത്തരെ ഇത് കാണുമ്പോൾ സങ്കടമാവുക ശരിക്കും. പിന്നെ അവരിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അപകടം പറ്റിയ സ്ഥലങ്ങളും പിന്നെ ഓരോരുത്തരെ കിട്ടുമ്പോൾ എടുക്കണതും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു അവസ്ഥയെ കൂടി പോകുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെ കൂടെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റണ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. എന്തായാലും വയനാടിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ, ഇപ്പോൾ ഒരുപാടുള്ള ആൾക്കാർ അവർ വലിയ എമൗണ്ടായിട്ടും അല്ലെങ്കിൽ സാധനങ്ങൾ ക്വാണ്ടിറ്റി ഒരുപാടായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ അവരെ കൊണ്ട് പറ്റണ പോലെ അവരൊരുമിച്ച് നിന്ന് ഒരുപാട് സാധനങ്ങൾ അവരും ചെയ്യുന്നുണ്ട്, പൈസയായിട്ടോ സാധനങ്ങളായിട്ടോ എങ്ങനെയായാലും എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നാളെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു പൈസയ്ക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ട് നാളെ വാങ്ങിയിട്ട് അവിടെ ഏൽപ്പിക്കണം. നമ്മുടെ ഇവിടെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള മാതൃഭൂമിയിലാന്ന് തോന്നുന്നത്. എന്തായാലും നാളെ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എന്നെക്കൊണ്ട് പറ്റണം കേട്ടോ. ഞാൻ വലിയ പൊങ്ങച്ചൊന്നും പറയുന്നില്ല, കാരണം നമ്മളൊക്കെ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കാനും പാടില്ല. പിന്നെ എന്താ ഇത്ര ദിവസം ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദും കുഞ്ചൂസൊക്കെ ഇവിടെ വീട്ടിൽ ഇരുത്തിയിട്ടുള്ള കുറച്ച് സമയമൊക്കെയാണ് ഞാൻ പണിക്ക് പോണത്. ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് രണ്ടാളെയും എനിക്കിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കുറച്ചും കൂടി ചെറുതായപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിചാരിക്കും വലുതായാലാണ് കുറച്ച് സമാധാനം ഉണ്ടാവാന്ന്. പക്ഷെ അവർ വലുതായി കഴിയുമ്പോൾ അവരിപ്പോൾ നന്നായി അടികൂടുകയും ഒക്കെ കഴിയും, അപ്പം തന്നെ കഴിയും. പക്ഷെ എന്നാലും നമ്മൾ വേറെ ആരും ഇല്ല വീട്ടിൽ, അപ്പോൾ നമുക്ക് ടെൻഷനാണ്. വീട്ടിൽ പോയി നമ്മളിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തായി വീട്ടിൽ എന്തായി എന്നുള്ളത്. തിന്നാനുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടും അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും അവർക്ക് പറ്റിയ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോണത്. പക്ഷെ എന്നാലും അവരെ പ്രായം അതാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് കേട്ടോ, ഇപ്പോൾ 3-4 ദിവസമായില്ലേ സ്കൂളില്ലാതെ. അപ്പോൾ ഈ 3-4 ദിവസം സ്കൂളില്ലാത്തത് കൊണ്ട് കുട്ടികൾ ഫുൾ ടൈമും ഇവിടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഉച്ച അല്ലെങ്കിൽ ഒരു 4 മണി വരെയൊക്കെ ഞാൻ വീട്ടിലിരിക്കും. എന്നിട്ട് വൈകുന്നേരത്തെ ചായയും കാച്ചി കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോണത്. എന്നിട്ടൊരു 9:30-9:45 ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ കുറച്ച് സമയമാണ് വണ്ടി എടുത്ത് ഓടണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നാളെ എന്തായാലും പോകണം. എന്നെക്കൊണ്ട് പറ്റണം എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റണത് എന്താണെന്ന് ഞാൻ പറയണില്ല, എന്നെക്കൊണ്ട് പറ്റണം എന്തായാലും ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ വേറെന്താ പിന്നെ എൻ്റെ പണി, ഇപ്പോഴത്തെ ഒരു പണി മുമ്പത്തെ പണിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറക്കമൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഉറങ്ങിയിട്ട് മതിയാവാത്തൊരവസ്ഥയാണ്. പണ്ട് നമ്മൾ ചായപ്പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ നേരം വൈകി ഉറങ്ങിയാലും അല്ലെങ്കിൽ എത്ര ഉറക്കം കുറവാണെങ്കിലും കറക്റ്റ് ആ 2:30 അല്ലെങ്കിൽ 2:45 ഞാൻ എഴുന്നേറ്റായിരുന്നു. ഇപ്പോൾ ഞാൻ എണീക്കണില്ല, എന്തോ ഭയങ്കര ക്ഷീണം കേട്ടോ. ഓട്ടോറിക്ഷയിൽ കയറിയതിന് ശേഷം എണീക്കാനാവണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്രാവശ്യത്തെ പണിയൊക്കെ മൊത്തം എനിക്ക് പോക്കായിട്ട് തോന്നുന്നത്. ഓട്ടോറിക്ഷയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം ചെയ്താലാണല്ലോ നമുക്ക് ആ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
മറ്റേത് അങ്ങനല്ലല്ലോ, ഞാൻ മക്കൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഞാൻ മാർക്കറ്റിൽ ചായ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. പിന്നെ അവർ സ്കൂളിൽ പോകാൻ റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ സ്കൂൾ ട്രിപ്പും കഴിഞ്ഞ് അവർ പോണ സമയത്തോ അല്ലെങ്കിൽ അവർ പോയതിന് തൊട്ട് ബാക്കിലോ ഞാൻ വീട്ടിലേക്ക് എത്തും. അങ്ങനെയായിരുന്നു ഒരു പണി. ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ എന്നുള്ള പണിയാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം ഇങ്ങനെ പോട്ടെ, അടുത്ത കൊല്ലം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഓട്ടോറിക്ഷ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം എത്രയോ ആൾക്കാർ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തന്നെയാണ് കുടുംബം പോറ്റുന്നത്. പക്ഷേ ഈ ആണുങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യണ്ട, പിന്നെ കുട്ടികളെ നോക്കൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പണിക്കും പോകണം, കുട്ടികളെ നോക്കണം, വീട്ടിലെ പണിയെടുക്കണം, എല്ലാം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഒന്നാമത് പിള്ളേർ കുറച്ച് വലുതായപ്പോൾ അവരേതായ കുരുത്തക്കേടും കാര്യങ്ങളും, പിന്നെ ആൺപിള്ളേരല്ലേ, ഒരു എന്താ പറയുക, നമ്മൾ പറയണതിൻ്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കുറച്ച് കുരുത്തക്കേടൊക്കെ കൂടുന്ന ടൈമാണിത്. പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ അവരെനിക്ക് ഒപ്പമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇത്തിരി വികൃതിയും, പിന്നെ അവരുടെ പ്രായം അതാണ്. അപ്പോൾ കുട്ടികളെ നോക്കണമല്ലോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മുമ്പ് പണിയെടുത്തിരുന്ന സമയത്തൊന്നും എനിക്ക് മക്കളെ മര്യാദയ്ക്ക് നോക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ അവരെ മീറ്റിങ്ങിന് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല, സ്കൂളിൽ മീറ്റിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇപ്പം എനിക്ക് ഈ ഒരു വർഷം എനിക്കത് പറ്റിയിട്ടുണ്ട്. അത് ഒരുപാട് മാറ്റം തന്നെയാണ് കേട്ടോ. കാരണം കുട്ടികളുടെ ടീച്ചേഴ്സിനെ, ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർമാരെ നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു സമയവും കാര്യങ്ങളൊക്കെ കിട്ടി, അവരോട് സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ ഓരോ ടീച്ചർമാർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ പറയാനായിട്ട്. അപ്പോൾ അവർക്ക് അതെന്നോട് പറയാനും എനിക്കത് നേരിട്ട് കേൾക്കാനും അവരോട് അതിനെക്കുറിച്ച് എനിക്ക് തിരിച്ച് സംസാരിക്കാനും എല്ലാത്തിനുള്ള അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. മറ്റേത് ചായ പരിപാടി, പിന്നെ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തിരക്കിലാണ്. ഇവരുടേതായ മീറ്റിങ്ങിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. കറക്റ്റ് ഇപ്പോൾ 3ാമത്തെ കൊല്ലം നന്ദും കുഞ്ചൂസ് ഈ സ്കൂളിൽ പഠിക്കണം. അപ്പോൾ 3ാമത്തെ കൊല്ലം, 2 കൊല്ലം കഴിഞ്ഞ് 3ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു മീറ്റിങ്ങിലും ഞാൻ കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്കിവിടെ 3 മണിക്ക് സ്കൂൾ ട്രിപ്പിനും ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ 3 മണിക്കാണ് ഇവരെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അത് തുടങ്ങി വരുമ്പോഴത്തേക്കോ 3 മണി, ചിലപ്പോൾ 3 മണിക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു 3:30 ആവും കേട്ടോ. എല്ലാവരും വന്ന് ഒപ്പിടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ സത്യം ഇപ്രാവശ്യം മീറ്റിങ്ങിന് പോയപ്പോൾ ഭയങ്കര എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വേറൊന്നുമല്ല, പോയി എല്ലാവരെയും കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരൻസിനെ, ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസിനൊക്കെ കാണാൻ പറ്റി. പിന്നെ അതേമാതിരി ടീച്ചേഴ്സിനെ, പിന്നെ ഓരോ ഇപ്പോൾ ബുക്ക് തരും അവർ നമുക്കൊരു ബുക്ക് തരുമല്ലോ. ബുക്ക് തരുമ്പോൾ കുട്ടികളുടെ പേര്, അപ്പോൾ അതിൻ്റെ നേരെ നമ്മുടെ പേര് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അതൊക്കെ ചെയ്തത്. പിന്നെ വേറെ എന്തെന്നാ, മീറ്റിങ്ങൊക്കെ കഴിയാനാവുമ്പോൾ, ഏകദേശം കഴിയാനാവുമ്പോൾ ചായ, പാൽ ചായ, പിന്നെ ബിസ്ക്കറ്റ്. ഞാൻ 2 ബിസ്ക്കറ്റിന് കേട്ടോ 2 പ്രാവശ്യം മക്കളുടെ 2 ആളുടെ മീറ്റിങ്ങിന് പോയപ്പോഴും 2 ദിവസങ്ങളിലായിട്ടായിരുന്നു. ആ 2 ദിവസങ്ങൾ കറക്റ്റ് ഒരു രാവിലെ 2:30 മീറ്റിംഗ് വെച്ചിട്ട് ആ ഒരു ടൈം മുതൽ 5:45 വരെയായിരുന്നു നന്ദുവിൻ്റെ മീറ്റിംഗ്. നന്ദുവിൻ്റെ ഒരു ബുധനാഴ്ചയായിരുന്നു, കുഞ്ചൂസിൻ്റെ ഒരു വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ. കുഞ്ചൂസിന് അതുപോലെ തന്നെ 5 മണി വരെ കുഞ്ചൂസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു ദിവസം പോയത് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു എനിക്ക് തോന്നിയത്. നമ്മുടെ പണി മാറ്റി പിടിച്ചപ്പോഴാണ് എനിക്ക് കുട്ടികളുടെ ഇതിലേക്കൊക്കെ എത്താൻ പറ്റിയത്. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരാട്ട ക്ലാസ്സിന് മക്കളെ ചേർത്തി, നന്ദുവിനെയും കുഞ്ചൂസിനെയും. കരാട്ടയ്ക്കല്ല, ബോക്സിങ്ങിൻ്റെ ക്ലാസ്സിന് കേട്ടോ. ബോക്സിങ്ങിൻ്റെ ക്ലാസ്സിന് ചേർത്തി. അപ്പോൾ അവരെൻ്റെ കൂടെ വരുത്തുണ്ട്. ഇന്ന് വന്നിട്ടില്ല. ഇന്നിപ്പോൾ കുഞ്ചൂസിന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നന്ദു പറഞ്ഞു, അവൻ വന്നാൽ ഒറ്റയ്ക്കായി പോവില്ലേ, അമ്മ പോയിക്കോ, ഞാനിവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനവിടെ ഇരുന്നു. നന്ദു പിന്നെ അതുമല്ല, 2 ആളിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ചേർന്നിട്ട്. അപ്പോൾ പുതിയതായിട്ട് ചേർന്നതിൽ കുഞ്ചൂസാണല്ലോ അവനൊരു കൂട്ട്. അപ്പോൾ കുഞ്ചൂസ് ഒന്നുമില്ല, അമ്മ പോയിക്കോ, ഞാനിനി അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് ഞാൻ പോയി. എനിക്ക് കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് തന്നിട്ടാണ് കൊണ്ടുപോകാൻ. ആയാലും ഒരുപാട് സന്തോഷം. പിള്ളേരുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ബോറടിപ്പിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് ബോറടിച്ചതൊന്നും എനിക്കറിയില്ല. എന്തായാലും പോട്ടെ. ഇവിടെ മഴയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ നിൽക്കുന്നിടത്ത് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
എന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു നന്ദകിഷോറിനും അനന്തകിഷോറിനും എങ്ങനെയുണ്ട്, നിങ്ങൾ നിൽക്കുന്നിടത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെള്ളത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. കണ്ണാടിക്കൽ ഭാഗത്ത് നമ്മുടെ കാണാതായ അർജുൻ്റെ ഒക്കെ ആ ഒരു ഏരിയയിലൊക്കെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് മാറി താമസിക്കാനൊക്കെ ഉണ്ട്. കുറേ പേര് ക്യാമ്പിലേക്കും അതേപോലെ തറവാടുകളിലേക്ക് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വീടൊക്കെ എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഒരച്ഛൻ്റെ വീട്ടിലേക്കോ അമ്മൻ്റെ വീട്ടിലേക്കോ ഒക്കെ താമസം മാറി അങ്ങനെയൊക്കെയുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അവർ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പണിയും കാര്യങ്ങളും കുഴപ്പമില്ലാണ്ടുണ്ട്. പിന്നെ ഈ സമയം നമ്മൾ കുറഞ്ഞ സമയമാണ് പോണത്, അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അത് വലിയ പ്രശ്നമൊന്നുമല്ല, അതിനും വലിയ പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടിയിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ എന്തെങ്കിലും നമ്മളിപ്പോൾ വിചാരിക്കുമല്ലോ നമ്മളെ കൊണ്ട് എന്ത് പറ്റാനാ, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലയെന്ന്. നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റണത്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിലോ. ഇനിയിപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് പറയുന്നുണ്ട്, അവർക്ക് സ്റ്റേ ഫ്രീ. ഇനിയിപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, ചെറിയ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ പാമ്പേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ. അപ്പോൾ അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച്. ആരും പറയണില്ല വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഒരുപാട് സാധനങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ ഒന്നും ആരും പറയണില്ല. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് പറ്റണത് ചെയ്തു കൊടുക്കാം കേട്ടോ. അതൊക്കെ അവർക്ക് വലിയൊരു സഹായമാകും. ഞാൻ നാളെ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാളെ ഞാനതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാനങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ, വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പറ്റുകയാണെങ്കിൽ നാളെ ഒന്ന് മാർക്കറ്റിൽ പോകണം, നാളെ ഞായറാഴ്ചയാണ്. ഞാൻ ഇന്ന് രാവിലെ പോകാനൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഉറക്കത്തിൽ പെട്ടു വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര തണുപ്പ്, കാലാവസ്ഥയും പിന്നെ ഓടിട്ട വീടാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും എണീറ്റില്ല. 8 മണിക്കാണ് ഞാൻ ഉറങ്ങിയിട്ടത്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, ഞാൻ എണീക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ നാളെ മാർക്കറ്റിൽ പോകും. മാർക്കറ്റിൽ പോയാൽ ഞാൻ അവിടുത്തെ വീഡിയോ ചെയ്യുന്നുണ്ടോ, മാർക്കറ്റിലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ കുറേ ആയില്ലേ നിങ്ങളും മാർക്കറ്റൊക്കെ കണ്ടിട്ട്, മുമ്പ് ഞാൻ വീഡിയോ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് കാണാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം പറയാൻ മറന്നു, ഞങ്ങൾ പപ്പുൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചതാണ്. ഞങ്ങൾ ഇന്നലെ പപ്പുടിൻ്റെ അവിടേക്ക് ഒന്നിലെ മക്കൾ ഇന്നലെ പോയിട്ട് ഞാൻ ഇന്ന് പോകാം അങ്ങനെയൊക്കെ പ്ലാനിങ് ആയിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. പപ്പുടു ഏങ്ങണ്ടീർക്ക് വിട്ടു, അവൾക്ക് ഇന്ന് ഒഴിവാണല്ലോ, അപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൾ ഇനി നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒന്നിവിടെ കൂടിയിട്ടൊക്കെയാണ് അവൾ അങ്ങോട്ട് പോയത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ കുറേ കാര്യങ്ങളായി പറഞ്ഞു പോയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അതിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയാം കേട്ടോ. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തോ ആവട്ടെ കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും. ഇനി വീഡിയോ ലേറ്റ് ആവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് വീഡിയോസൊക്കെ കാണണം, അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.